all that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അഹാൻ അയച്ചൊരു മെസ്സേജാ, തൻവി യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ആയിരുന്നല്ലോ കെട്ടിപ്പിടിക്കണമായിരുന്നു. അതുകൊണ്ട് ഈ പ്രോഗ്രാം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെ നിങ്ങളുടെ അച്ഛൻ ആരെങ്കിലും പ്രായമായിട്ടൊക്കെ ഇരിക്കുന്നു, അല്ലെ പ്രായമൊന്നും നോക്കണ്ട, അവരെ എല്ലാവരെയും തൊടണം, കെട്ടിപ്പിടിക്കണം. ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇത് പറയും അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണ്. ഇവരിന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കില്ല. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ്. നമസ്കാരം കെ ഫാമിലി, കൃഷ്ണകുമാർ ഫാമിലി. ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും നേർച്ച എന്തെങ്കിലും ഉണ്ടോ? അത് ഓരോ മാസം ഓരോരുത്തർ ഏറിൽ ഒന്നീ കൃഷ്ണകുമാർ, അല്ലെങ്കിൽ സിന്ധു കൃഷ്ണ, അല്ലെങ്കിൽ അഹാന, അല്ലെങ്കിൽ ഹൻസിക, അല്ലെങ്കിൽ നമ്മുടെ ഓസി, ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അജണ്ടയുണ്ടോ? ഓരോ മാസവും എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് ഏറിലാവുക, അതുവഴി റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അജണ്ട. എനിക്ക് അറിഞ്ഞത്തോട് ചോദിക്കുന്നത്, അതായത് കുറച്ചു മാസം മുമ്പ് സ്വന്തം അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല, അതായത് വഴി കിടക്കുന്നവരെ എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓസി ഈ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ അഹങ്കാരി അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിവാദത്തിലാകുന്നു. അതിനുശേഷം ഈ പറയുന്ന ഹൻസിക അവളെന്ത് ചെയ്തു, വന്ന് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വൃത്തികെട്ട കുറെ വീഡിയോസ് കാണിച്ച് അവര് എയറിലാകുന്നു. അതിനോടൊപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ കൃഷ്ണകുമാറും എയറിലാകുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഓസി എന്ന് പറയുമ്പോൾ ഡെയിലി പല കാര്യങ്ങളിൽ എയറിലാകുന്നുണ്ട്, പല കാര്യങ്ങൾ വരുന്നുമുണ്ട്. ഇപ്പോ അവിടെ ഒന്നും വലുതായിട്ട് എയറിലാവാത്ത ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അറിവിൽ അഹാന ഇപ്പോൾ എയറിലാണല്ലോ. സ്വന്തം അമ്മയുടെ അതായത് അമ്മുമ്മയെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് എന്താണ് ഈ പറയുന്ന വലിച്ചു കീറുകയാണ്. അതായത് സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുക്കുകയാണ്. അവര് മോശപ്പെട്ട സ്ത്രീയാണ്, അവരെ നാക്കെടുത്ത് അവര് തെറിയെ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ്, സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരുപാട് വിവരവും വിദ്യാഭ്യാസവും ഇംഗ്ലീഷൊക്കെ പറയുന്ന വ്യക്തികളൊക്കെയാണ്. പക്ഷെ നിങ്ങളുടെ ഈ പറയുന്ന എന്താ പറയുക, വിവേകം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് സീറോയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ ആയാലും അഹാന, നിങ്ങൾ വിചാരിക്കാനുള്ള ഒരു കാര്യം, സ്വന്തം അമ്മയുടെ അമ്മയാണ്. ഈ വയസ്സാകും തോറും, ഈ 19 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയാണ്, വയസ്സാകും തോറും ഈ വയസ്സായ സ്ത്രീകൾ പെട്ടെന്ന് ഈ ചെറുപ്പത്തിലെ കൊച്ചു കുട്ടികളുടെ മൈൻഡാണെന്ന് പറയുന്നത് കേൾക്കാൻ അങ്ങനെയാണ്. അവർ എത്രത്തോളം വയസ്സാവും, അവർക്ക് അതിൻ്റെതായിട്ടുള്ള വാശികൾ കാണും. നമ്മൾ പറയുന്നത് പിടിക്കില്ല, നമുക്ക് അവർ പറയുന്നത് പിടിക്കില്ല. അതൊക്കെ സത്യം തന്നെയാണ്. എല്ലാ ഫാമിലിയും ചിലപ്പോൾ അമ്മൂമ്മമാരെ ചീത്ത വിളിക്കുന്നതും അല്ല അമ്മൂമ്മമാരെ വഴക്ക് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കിളവി എന്തിന് ചത്തുപോയാൽ മതി എന്നൊക്കെ പറയുന്നവരൊക്കെ കാണും. അത് അപ്പോഴത്തെ ദേഷ്യത്തിലൊക്കെയാണ്. ഓക്കെ, അത് അവർ പറയുന്ന ചിലപ്പം ഈ പറയുന്ന ബെഡിൽ കിടന്ന് മൂത്രമൊഴിക്കാം, അവിടെയൊക്കെ അവരുടെ റൂമിലോട്ട് കയറുന്ന സ്മെല്ലാകാം. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാം, നമുക്ക് ദേഷ്യമുണ്ടാകും, നമ്മൾ പലതും പറയും, അതൊക്കെ സ്വാഭാവികമാണ്. അത് അപ്പോഴത്തെ ദേഷ്യം. പക്ഷേ താങ്കൾക്കെതിരായിട്ട് അമ്മൂമ്മ വന്ന് പറയുന്നു എന്നെ ഒരു നോക്കുന്നില്ല, ഈ പറയുന്ന സിന്ധു കൃഷ്ണയും നോക്കുന്നില്ല, സിന്ധു കൃഷ്ണ എന്നെ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത്, അവരുടെ മാനസികാവസ്ഥ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണമായിരുന്നു. അവരെത്ര പ്രായമുള്ള ഒരു സ്ത്രീയാണ്, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അവർ പറയുന്നത് ശരിയെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ പ്രായാധിക്യത്തിലേക്ക് കടക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വ്യതിയാനങ്ങൾ, അവർക്കുണ്ടാകുന്ന ഭയങ്കര ദേഷ്യമായിരിക്കും, ആരോട് ഭയങ്കര ദേഷ്യം, ഒറ്റപ്പെട്ടു പോകുന്നവരുടെ അവസ്ഥയുണ്ട്. താങ്കൾ തന്നെ ഇവിടെ പറയുന്നത്, ഞാനാണ് ഹോം നേഴ്സിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത്, ഞാനാണ് കേശു. അതൊന്നും അല്ല. നമുക്ക് ഈ നല്ല വയസ്സാകുമ്പോൾ നമുക്ക് ആർക്കും പരിചയമില്ലാത്ത എവിടെയോ ഇപ്പൊ തന്നെ കാണുന്ന ഒരാൾ വന്ന് നമ്മളെ പരിചരിക്കുന്നു. ഈ വയസ്സായ ആൾക്കാർക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാകും, അവരെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. ഈ ഹാന പറയും പോലെ ഇവര് പ്രശ്നക്കാർ തന്നെയായിരിക്കും, ഇവര് ദേഷ്യപ്പെടുന്നതായിരിക്കും. ഹോം നേഴ്സിനോടൊക്കെ കയർത്ത് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന, അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പരിചരിക്കും പോലെ മറ്റാരും ഉണ്ടാവില്ല. പണം മാത്രം, ചില സമയത്ത് പണമല്ല, നമ്മുടെ സാന്നിധ്യം ഈ പറയുന്ന വയസ്സായവർക്ക് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഇതിൽ അഹാനെ കുറ്റപ്പെടുന്ന ഒരേ ഒരു കേസേ ഉള്ളൂ. ആ ഒരു കേസ് എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ വന്ന് സ്വന്തം അമ്മൂമ്മയെ വലിച്ചു കയറാൻ വേണ്ടിയിട്ട് താങ്കൾ ഇട്ടുകൊടുത്തു. താങ്കളുടെ യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, താങ്കളുടെ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ,
ഇട്ട് തന്നെ ലക്ഷങ്ങളും മില്യനും അടിക്കുന്ന ചാനലുകളാണ്. അവിടെ വന്ന് സ്വന്തം അമ്മൂമ്മയെ വലിച്ചു കീറാൻ വേണ്ടി സോഷ്യൽ മീഡിയയ്ക്ക് പിച്ച് ചിന്താൻ വേണ്ടി ഇട്ട് കൊടുത്തില്ലേ, അത് വളരെ വളരെ ചീപ്പായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ എന്നുള്ളതാണ്. അവിടെയാണ് താങ്കളോട് എനിക്കുള്ള എതിർപ്പ്. എത്രയൊക്കെ ആയിക്കട്ടെ, ഈ വയസ്സായ അമ്മൂമാർ അങ്ങനെയൊക്കെ ചെയ്യും, എല്ലാ കുടുംബത്തിലും കാണുമായിരിക്കാം. നമ്മൾ എന്തെങ്കിലും ആവിട്ട് പറഞ്ഞിട്ട് അവർ നമ്മളെ തിരിച്ചു വരുന്നവർ നമ്മളെ തെറി വിളിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഇത് താങ്കൾ അവർക്ക് പറയണ്ട, ഒരു വയസ്സായ പാർട്ടിയാണ്, അവരെങ്ങനെയാണ് അത് പോട്ട് ഞാൻ ക്ഷമ ചോദിക്കും, ആ രീതിയിൽ സംസാരിക്കാനുള്ള, അതല്ലാതെ അവർക്കെതിരായിട്ട് എന്റെ എന്തോ ശത്രുത പോലെ കണ്ടുകൊണ്ട് സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുകയായിരുന്നില്ല താങ്കൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ നമ്മുടെ തൻവി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന സിന്ധു കൃഷ്ണയുടെ അനിയത്തിയുടെ മകളാണ്. അവർ കാനഡയിൽ എന്തോ ആയിരുന്നു, ഇവർ വിളിച്ചു വരുത്തി, അവരെ ആരും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. അവരുടെ ചാനലിൽ ഇപ്പോ എന്ത് വന്നിട്ടുണ്ട്, ഇപ്പം അഹാന ഇന്നലെ എന്തോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവർ മഹാമോശമാണ്, ഇവർ നാക്കെടുത്ത തെറിയ വിളിക്കുന്നു, മറ്റേതാണ് മറിച്ചതാണ് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു. അതിന് മറുപടിയായിട്ട് തൻവിയുടെ ചാനലിൽ 1-2 വീഡിയോസ് പോസ്റ്റ് നമുക്ക് ഓരോന്ന് വരുന്നതായിട്ട് കാണാം. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്, ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലോ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്, അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല, അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. ഇത് സിന്ധു കൃഷ്ണയെ കുറിച്ചാണ് പറയുന്നത്. സിന്ധു കൃഷ്ണൻ സ്വന്തം അച്ഛനോട് പറയുന്നത്, അവർ ചത്തിരുന്നെങ്കിൽ, സ്വന്തം അമ്മയെ ചത്തിരുന്നെങ്കിൽ, നിങ്ങളൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളൊക്കെ ഈ പറഞ്ഞ വളരെ വാചക കസർത്തും എന്തൊക്കെ പറയണായിട്ട് അതൊന്നും നിങ്ങൾ ഭയങ്കര നന്മ മരങ്ങളാണെന്ന് നമ്മൾ കരുതും. ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. സ്വന്തം അച്ഛൻ്റെ അടുത്ത് പറയുന്നതായിട്ട് ഈ അമ്മ ചിലപ്പോൾ ഈ അമ്മ വൈരാഗ്യം കൊണ്ട് പറഞ്ഞതായിരിക്കാം. മനസ്സിലായോ? അടുത്തത് അമ്മ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പൊ ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പൊ മെനിങ്ങാന്ന് എന്റെ അനിയത്തിനെ മോനെ, കാരണം ഞാൻ ഇട്ടയക്കണ പൈസക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാത്ത അമ്മ, എനിക്ക് അറിഞ്ഞാൽ അവർ പറയും അവിടെയാണെന്ന്. അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരിയെ വെക്കുന്നു, പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിന് എന്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനിങ്ങാന്ന് എന്റെ അനിയത്തിനെ മോനെ വിളിച്ചിട്ട് ഞാൻ, അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഒഴിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എന്റെ അനിയത്തിനെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, സിന്ധുവിൻ്റെ സിമീൻ്റെ കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോന്, അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 10-15 രൂപ, ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം, എന്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവർക്ക് വാങ്ങിക്കും. അമ്മമ്മക്ക് അറിയല്ലേ, അമ്മമ്മക്ക് അറിയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അവനെയാണെന്ന്. എന്നിട്ട് ഞാൻ ഇന്നതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം എനിക്ക് ഇത്രയും പെട്ടെന്ന്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ താല്പര്യമില്ലെന്ന് എനിക്കിപ്പോഴും നടു സീനാണ്. അപ്പം ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ഞാൻ 1-ാം തീയതി പോകുന്നുണ്ട്. ഇവിടെ ഈ അമ്മൂമ്മ പറയുന്നത്, വസന്ത എന്താണ് അമ്മൂമ്മ വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. ഇത് സത്യമാണെങ്കിൽ, കാരണം ആരും ചെലവിന് കൊടുക്കുന്നില്ല. ഇവർ തന്നെ വലിയ വായലി അഹാനെ പോലുള്ളവർ പറയുന്നുണ്ട്, എന്താണ് നമ്മൾ ഹോം നേഴ്സിന് ഞാനാണ് പൈസ കൊടുക്കുന്നത്, ഞാനാണ് ഹോം നേഴ്സിന് വെച്ചത്. ഇവരിങ്ങനെ മാസത്തിൽ ഈ 1 വർഷത്തിൽ 15 ഹോം നേഴ്സിനെ മാറ്റി എന്നൊക്കെ വായ്ത്താളം അടിക്കുന്നതൊക്കെ നിങ്ങൾ വായ്ത്താളമാണ്. ഇവരിപ്പോൾ പറയുന്നത് വെച്ചാൽ ഇവർക്ക് 5 പൈസ വരെ കിട്ടുന്നില്ല എന്നത്. എനിക്ക് തോന്നുന്നു അഹാനയുടെ കുടുംബം ഒരു ഹോം നേഴ്സിനെ, കാരണം ഗതികേടാണല്ലോ, എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനെ നക്കാപ്പിച്ച് കൊടുത്ത് അവിടെ കൊണ്ട് തള്ളുകയാണ്. അല്ലാതെ ഇവർ പോയി തിരിഞ്ഞു നോക്കുകയും അവർക്കൊരു സാന്ത്വനം കൊടുക്കുകയും അവരുടെ കൂടെ ചേർന്നിരുന്ന അവരുടെ പ്രശ്നങ്ങൾ പിന്നെ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞില്ലേ, ഈ വയസ്സായ സ്ത്രീകൾക്ക് ഒരു കൂട്ട് വേണം. അവർക്ക് ഈ പറയുന്ന പണത്തെക്കാൾ ഉപരി, ചികിത്സയേക്കാൾ ഉപരി അവരെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ട്, ഭർത്താവ് മരിച്ചു, ഇപ്പൊ ഇവർ മാത്രമാണ്, കുട്ടികളില്ല, അമ്മമാരും ചെറുമക്കളൊക്കെ കളഞ്ഞിട്ട് ഇവർ ഒറ്റയ്ക്ക് ഒരിടത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നിങ്ങളെല്ലാം ഒരുമിച്ചാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. നിങ്ങളിപ്പം ഈ അവർക്ക് പണം കൊടുത്താലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. താങ്കൾ അവിടെ പോയി ഇവര് ചിലപ്പോൾ തെറി വിളിക്കും, ചിലപ്പോൾ നിങ്ങൾ അസഭ്യവാക്കുകൾ പറയും, ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ അവിടെ ഇരുന്ന് മലമൂത്ര വിസർജനം നടത്തും. അതൊക്കെ നിങ്ങൾ സഹിക്കണം. കാരണം നിങ്ങളുടെ അമ്മയുടെ അമ്മയാണ്, നിങ്ങളുടെ അമ്മ ഉണ്ടാകാനുള്ള മെയിൻ കാരണമാണ്. ഇപ്പൊ നിങ്ങളുടെ സിന്ധു അമ്മ എന്ന് പറയുന്നത് അഹാനയുടെ അമ്മയല്ലേ? അതുപോലെ ഒരു കാലത്ത് ഇതുപോലെ താങ്കൾ എങ്ങനെയാണ് താങ്കളുടെ സിന്ധു അമ്മയെ കാണുന്നത്, അതേ രീതിയിൽ ഈ ഒരു വസന്ത എന്ന് പറയുന്ന അമ്മയെ കണ്ടതാണ്. നാളെ നിങ്ങളും ഈ പറയുന്ന അഹാന ഉൾപ്പെടെ വയസ്സാവും, ഈ പറയുന്ന 80കളിലേക്ക് എത്തും, അമ്മുമ്മയാകും. ആ സമയത്ത് താങ്കളുടെ സ്വഭാവം ഇതുപോലെയാകും. താങ്കളും ഇതുപോലെ ഈ പറയുന്ന ബെഡ്റൂമിൽ ഇരുന്ന് 1-2 സാധിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അവിടെയൊക്കെ നിങ്ങളെയൊക്കെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ അപ്പോഴേ ഈ ഒരു വിഷമം മനസ്സിലാവുക എന്നുള്ളതാണ്.
അപ്പൊ താങ്കൾ ഇതിനെ ഈ പറയുന്നതിനെ കൊണ്ട് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും താങ്കൾ സംസാരിക്കുന്നത്. ആരോടും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തെറി വിളിക്കുന്ന സ്വഭാവമായിരിക്കും. അപ്പോഴൊക്കെ താങ്കളുടെ കൂടെ ആരുമില്ലാതെ ഒരു ഹോം നേഴ്സിനെ വാടകയ്ക്കെടുത്ത ഒരു ജോലിക്കാരനെ, ഹോം നേഴ്സ് എത്രയൊക്കെ പറഞ്ഞത് ഹോം നേഴ്സാണ്, അവരുടെ ബന്ധമോ കാര്യങ്ങളൊന്നുമല്ല. അവര് വന്ന് അവരുടെ തൊഴിൽ അവർക്ക് ഇവർ ഒന്ന് പറഞ്ഞ് രണ്ടാമത് തെറി വിളിക്കുമ്പോൾ അവർക്കത് പിടിക്കില്ല. നമ്മളാണെങ്കിൽ അത് സഹിക്കും, നമ്മുടെ അമ്മൂമ്മയല്ലേ എന്ന് സഹിക്കും. അവർ സഹിക്കുന്നില്ല, അവര് രണ്ടിന്റെ ബോഡി പുള്ളിയെന്ന് പറഞ്ഞിട്ട് അവര് കിടക്കും. മനസ്സിലായോ? പിന്നെ അമ്മൂമ്മ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു ഇതൊന്ന് അപ്പൂപ്പന്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ പിന്നെ സഞ്ചാന്യത്തിൻ്റെ അന്ന് പിന്നെ ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്കിഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുരിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുരിദാർ അവളങ്ങെടുത്ത് അവളെപ്പോഴും എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുരിദാർ തച്ച് തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തോണ്ട് പോയി അവളിടാണ് എനിക്ക് തന്ന തുണി. മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞ് എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തോണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ അങ്ങോട്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു. ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നേഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കുന്ന തുണിയില്ല. എന്നിട്ട് ആ ഹോം നേഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുരിദാറുകൾ എടുത്ത് തേക്കാൻ തന്നല്ലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എന്നായി അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവനെടുത്തങ്ങ് മാറ്റിക്കളഞ്ഞു. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണി എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മമ്മയ്ക്ക് തുണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുരിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുക ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നേഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും പഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ അവർ കഷ്ടപ്പെട്ട് ഇവരൊന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കണില്ലേ? എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവർ ഊട്ടിയിൽ കുട്ടപ്പേട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് കിടക്കണം. ഇംഗ്ലീഷ് വളരെ മോശമാണ്. അവര് പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ തുണി വരെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. അവളുടെ സഞ്ചാരത്തിന് എന്തോ ഒരു തുണി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടി തുറന്നപ്പോൾ അവരുടെ പഴയ തുണി എന്തോ ഇരുന്നു, അതുവരെ എടുത്തു. എനിക്ക് തുണിയില്ല. ലാസ്റ്റ് ചെയ്ത് ചെറുമൂനാണ് കൊണ്ടുവന്ന് ഇവർക്ക് ഇത്രയും തുണികൾ കൊടുത്തത് എന്നുള്ളതാണ്. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞത് ഈ സിന്ധു കൃഷ്ണയെ ഈ പറയുന്ന കൃഷ്ണകുമാർ കല്യാണം കഴിക്കുമ്പോൾ സാമ്പത്തികപരമായിട്ട് ഏറ്റവും കൂടുതലുള്ളത് സിന്ധു കൃഷ്ണയ്ക്കായിരുന്നു. ഒരു പ്രേമ വിവാഹമായിരുന്നല്ലോ എന്നാണ് നമ്മുടെ അറിവ്. പറച്ചിൽ അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവരുടെ ആ ഒരു ഭൂസ്വത്ത്, അത് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സ്ത്രീധനം എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അച്ഛനുമായിട്ട് ഉണ്ടാക്കിയ സ്വത്ത് ആണ് അല്ലേ? ആ സ്വത്ത് വെച്ചാണ് താങ്കൾ ഇപ്പോൾ നെഗളിക്കുന്നത് എന്നുള്ളൊരു സത്യം മറന്നു പോകരുത്. മനസ്സിലായോ? ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നേഴ്സ് വന്നിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പന് അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നില്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരും എന്താ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? ഇവിടെ ലാസ്റ്റിൽ അമ്മ എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു.
എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരണത്, കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. ഇവിടെ ഈ പറയുന്ന അമ്മൂമ്മ പറയുന്നതിന് ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അഹാനയ്ക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ഈ അഹാന മാത്രമാണ് പറയുന്നത് ഇവര് വൃത്തികെട്ട സ്ത്രീയാണ്, ഇവരൊരു വിച്ചാണ് എന്നുള്ള രീതിയിൽ അഹാന മതി. ബാക്കിയുള്ള 3 പെൺകുട്ടികളെ കുറിച്ച് ഇവർക്ക് മോശം അഭിപ്രായം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അഹാന പറയുന്നത് സത്യമാണെന്ന് നമുക്ക് എങ്ങനെ കരുതാൻ സാധിക്കുന്നത്? ഇതിപ്പോ ഓസി ആയിക്കോട്ടെ, പറയുന്ന അൻസിക ആയിക്കോട്ടെ, അവർക്കാർക്കും ഈ ഒരു അമ്മയുമായിട്ട് വിഷയമല്ല. ഈ അമ്മൂമ്മയ്ക്ക് അവരെ ഇഷ്ടവുമാണ്. ഈ അഹാനയ്ക്ക് മാത്രം എന്താണ് പ്രശ്നം എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ്. ഓക്കെ, അവര് പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളി നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞു കൊണ്ടുപോയ ഒരു ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം, കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാൻ ഇവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. എനിക്ക് അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്നത് അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്, ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ 4 സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാണ് അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ, എന്നിട്ട് പറയും അമ്മൂമ്മ അപ്പൂപ്പനായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലെ. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവർ ചോദിച്ചല്ലോ, ഈ അമ്മ ചോദിച്ചല്ലോ. ഓക്കെ, ഇവിടെ ഇവർ പറയുന്നത് മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയുമായിട്ടുള്ള വിഷയം. അവർക്ക് ഇവർ പറയുന്ന രീതിയിൽ ഇവർക്ക് മുമ്പേ ഈ പറയുന്ന ഈ അമ്മൂമ്മയെ കണ്ടുകൂടാ. അച്ഛനെ, അതായത് അപ്പൂപ്പനെ, സിന്ധുവിന് സ്വന്തം അച്ഛനെ, അതായത് അഹാനയ്ക്ക് സ്വന്തം അപ്പൂപ്പനോട് ഇഷ്ടമുണ്ടായിരുന്നു, ഇവരെ കണ്ടുകൂടാ. അവിടെ ഒരു ഹോം നേഴ്സ് വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന അഹാന പറഞ്ഞു വിടും, ഒരിക്കലും ഈ തള്ളയ്ക്ക് കൊടുക്കരുത്, മനസ്സിലായോ? ഈ എൻ്റെ അച്ഛന് മാത്രമേ കൊടുക്കാൻ അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വിടി ഹോം നേഴ്സ് എന്ന് ഇവരെടുത്ത് പറയും. പക്ഷേ ഇവരുടെ ഭർത്താവ് ഇവരെ കൊടുത്തിട്ടാണ്. ഇപ്പൊ എന്തൊക്കെ ഇവർ പറയും പോലെ ഭാര്യ ഭർത്താവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരും. പക്ഷേ 10-55 കൊല്ലം ഒരു പ്രശ്നവുമില്ലാതെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വരച്ചേർച്ച, സൗന്ദര്യ പിണക്കമൊക്കെ ഉള്ളതാണ്. പക്ഷേ അവർ ഡിവോഴ്സ് ചെയ്യാനൊന്നും ചെയ്തില്ല, മനസ്സിലായോ? അവർ മരിക്കുമ്പോഴും ഈ പറയുന്ന വസന്ത എന്ന് പറയുന്ന അമ്മൂമ്മ തന്നെ ആയിരുന്നു താങ്കളുടെ അപ്പൂപ്പന്റെ ഭാര്യ. ഓക്കെ, അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരു അമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല, ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്, ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും, അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്, എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്.
ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ, പിന്നെ എന്താ അതൊക്കെ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇതുണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അവർ അയക്കുന്നതിന് ഇത് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്തൊക്കെ ആയിക്കോട്ടെ, അവരെന്തോ പറഞ്ഞു. പക്ഷേ അഹാന ഒരു താങ്കളുടെ അമ്മയുടെ അമ്മുമ്മയാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തത് 19 വയസ്സിന് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. ആരോ ആയിക്കോട്ടെ, താങ്കളുടെ അമ്മുമ്മ അല്ലാതായിക്കോട്ടെ, അവരെയൊക്കെയാണോ നീ എന്നും എടി എന്നും വിളിക്കുന്നത്? അപ്പൊ താങ്കൾക്ക് എത്രമാത്രം ഈ അമ്മുമ്മയുടെ അടുത്ത് വിദ്വേഷമുണ്ട്, ദേഷ്യമുണ്ടെന്ന് വളരെ കൃത്യമാണ്. ആരെങ്കിലുമൊക്കെ വിളിക്കോടെ നീ എന്നും എടി എന്നും വിളിക്കുവോ? അങ്ങനെയൊക്കെ വിളിച്ചാണ് മെസ്സേജ്. അവരെന്റെ പ്രൂഫ് കാണിച്ച് തരുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതൊക്കെയാണ് അവരുടെ മെസ്സേജസ്. ഇനി നമ്മുടെ കൃഷ്ണകുമാർ സ്വന്തം ഈ പറയുന്ന അച്ഛനമ്മമാരെ കുറിച്ച് പറഞ്ഞ ഒരു സാധനമുണ്ട്. മകൻ അമ്മയെ കെട്ടിപ്പിടിച്ചൂടെ? നീ എത്ര വലുത്? ഞാൻ പറഞ്ഞില്ല, ഞാനും എൻ്റെ അമ്മയും വളരെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നവരാണ്. ഞങ്ങൾ അങ്ങനെ വലിയ സ്നേഹപ്രകടനങ്ങളോ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു. എന്നെ പേര് വിളിക്കത്തുള്ള അമ്മ. എന്നെ കെട്ടിപ്പിടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മേ ബി എനിക്ക് ഓർമ്മ വരുന്നതിന് മുമ്പ് അമ്മ എടുത്തിരിക്കാം, അല്ലാതെ ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് ഒരു സ്റ്റേജ് വന്നു, അമ്മ കിടപ്പായി. അപ്പം ഞാൻ എൻ്റെ ഈ മക്കളെയൊക്കെ നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഞാൻ എവിടെയോ ആലോചിച്ചു, എൻ്റെ അമ്മയും എന്നെ ഇതുപോലെ എടുത്തിരിക്കാമല്ലോ, പക്ഷെ ഞാൻ അമ്മയെ കെട്ടിപ്പിടിക്കുന്നല്ലോ. അങ്ങനെ അമ്മ കിടപ്പായിരുന്ന സമയത്ത് ഞാൻ ചെന്ന് അമ്മയെ മനഃപൂർവ്വം ബെഡിൽ നിന്ന് എടുത്ത് ഫ്രണ്ടിൽ കസേര കൊണ്ടൊക്കെ ഇരുത്തി നോക്കും. അപ്പോൾ അമ്മ പറയും എടുക്കണ്ട, എനിക്ക് വയ്യെന്നൊക്കെ പറയും. അത് അമ്മയെ കൊണ്ട് ഇരുത്താൻ വേണ്ടിയിട്ടല്ലായിരുന്നു, എനിക്ക് അമ്മയൊന്ന് എടുക്കാനും അമ്മയെ തൊടാനും വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് എനിക്ക് അമ്മയില്ല. ഇതുപോലെ എത്രയോ പേര് കാണും, നമ്മൾ ആഗ്രഹിക്കും അമ്മയൊന്ന് തൊടണമായിരുന്നല്ലോ, കെട്ടിപ്പിടിക്കണമായിരുന്നു. അതുകൊണ്ട് ഈ പ്രോഗ്രാം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ആരെങ്കിലും പ്രായമായിട്ടൊക്കെ ഇരിക്കുന്നു, അല്ലെ പ്രായമൊന്നും നോക്കണ്ട, അവരെ എല്ലാവരെയും തൊടണം, കെട്ടിപ്പിടിക്കണം, പറ്റിയാൽ ഉമ്മ കൊടുക്കണം, അവരുടെ അടുത്ത് സ്നേഹത്തിൽ പെരുമാറണം. ഒരു ദിവസം ഉണ്ടാവും ഇവരില്ലാതെ വരുന്നൊരവസ്ഥ, അന്നേരം അതിൻ്റെ പെയിൻ അറിയത്തുള്ളൂ. സത്യം പണ്ടേ ഇങ്ങനെ ഭയങ്കര ഡയലോഗാണ്, ഉപദേശമാണ്. സ്വന്തം ഭാര്യ ഉപദേശിക്കും. പൊന്നണ്ണ സ്വന്തം ഭാര്യ ഉപദേശിക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ സ്വന്തം ഭാര്യയാണ്. സ്വന്തം ഭാര്യ സ്വന്തം അമ്മയടുത്ത് കാണിക്കുന്നത് ഈ പറയുന്നത് ആദ്യം അവരെ പോയി ഉപദേശിക്കും. മുമ്പ് പറയുമായിരുന്നു എൻ്റെ കുട്ടികൾ ഇന്ന ഡ്രസ്സ് ചെയ്യണം, മറ്റേ ചെയ്യണം, മറ്റേ മറച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം മക്കൾ ചെയ്തപ്പോൾ മാഴണഞ്ഞു പോയി. ഈ പറയുന്ന ഉപദേശങ്ങൾ മാത്രമേ ഉള്ളൂ, വായ്ത്താളം മാത്രമേ ഉള്ളൂ. ഈ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിരുന്നു കൊണ്ടുള്ള വായ്ത്താളങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു തേങ്ങയും ഇല്ല. സ്വന്തം ജീവിതത്തിൽ ഇതൊന്നും പ്രാവർത്തികമല്ല എന്നുള്ളതാണ്. സ്വന്തം മക്കളെടുത്തോ സ്വന്തം ഭാര്യയെടുത്തോ താങ്കളുടെ ആദർശങ്ങൾ പ്രാവർത്തികമാക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഇങ്ങനൊരു ആദർശമേ ഇല്ല. ഇത് മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് പൊങ്ങച്ചം പറയാൻ വേണ്ടി, ഞാനെന്തോ മറ്റവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി താങ്കൾ പറയുന്ന വെറും പിന്നീട് പാഴ്വാക്കുകളാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? പറഞ്ഞോ. എൻ്റെ മക്കൾ അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞു, അത് എൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി ഇവളെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിനെയും ഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. മനസ്സിലാകും. ഇവർക്ക് സ്വന്തം അപ്പൂപ്പനോട് വലിയ കാര്യമായിരുന്നു. കാരണം അപ്പൂപ്പനാണല്ലോ ഇവർക്ക് സ്വത്തും കാര്യങ്ങളെ കൊടുത്തുകൊണ്ടായിരിക്കും. ഇവരുടെ പേരിൽ ഒന്നും കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് ഇവരെ പിടിച്ച് തള്ളിയതായിരിക്കും എന്നുള്ളതാണ്. എടി പോടി, അതുമല്ല എനിക്ക് മറ്റുള്ളവരടുത്തൊന്നും വിഷയമില്ല, എനിക്ക് ഈ പറയുന്ന അഹാനയുടെ അടുത്ത് മാത്രമല്ലേ വിഷയമുള്ളൂ, എങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഇതേ പറയണ്ടേ? അപ്പൊ അഹാനയാണ് ഇവിടുത്തെ വിഷയം.
അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. ഓൾ ദറ്റ് ബിച്ച് നീഡ്സ് ഇസ് മണി. ഐ വണ്ടർ വാട്ട് ഷീ ഈസ് ഡൂയിങ് വിത്ത് 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണത് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് അഹാൻ അയച്ച ഒരു മെസ്സേജാണ്, Tanvi, your dear grandmother is the biggest bitch on earth. If you, എനിക്ക് തളം എൻ്റെ കൊച്ചാണ് സത്യം, ദഹാൻ അയച്ചേക്കുന്ന മെസ്സേജാണ്. If you all wish to see dad alive for some more time, please ask her to adjust. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അവർ മാത്രമല്ല, അഹാനാണ് എന്നെ കുറിച്ച് ഇട്ടേക്കുന്നുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ, വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ അമ്മേനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയണ്ടേ, ഞാൻ സത്യാവസ്ഥ പറയണ്ടേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ, സ്വന്തം അമ്മൂമ്മയെ കുറിച്ച് ബിച്ചെന്നൊക്കെ വിളിക്കാനുള്ള സംസ്കാരം എന്ത് തേങ്ങയാണ് നിങ്ങളൊക്കെ ഇൻഫ്ലുവൻസർ, മറ്റേ ഈ പറയും പല കാര്യങ്ങളും, പല ക്യാൻസറും എന്തൊക്കെ കുറിച്ച് ഈ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഞാൻ നമ്മൾ വിചാരിക്കും എന്തോ വലിയ മുടിയിലെ ആൾക്കാരെന്ന് കരുതും. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ ഇതാണ്, മനസ്സിലായോ? സ്വന്തം അമ്മയെ വിളിക്കുന്നത് ബിച്ചെന്നാണ്. ബിച്ചെന്റെ അർത്ഥം എന്താണ്? ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും വൃത്തികെട്ട കൂത്തിപ്പട്ടി, ആ ഒരു രീതിയാണ്. അതാണ് എൻ്റെ അമ്മൂമ്മ എന്ന് മെസ്സേജ് അയച്ചു കൊടുക്കുന്നത്. എത്ര വിവരമുണ്ട് അഹാന നിനക്ക്? എത്ര വിവരമുണ്ട് നിനക്ക്? എത്ര ഉളുപ്പുണ്ട്? എനിക്ക് ഇതാണ് ചോദിക്കാനുള്ളത്. സ്വന്തം അമ്മൂമ്മയല്ലേ, സ്വന്തം അമ്മയുടെ അമ്മയല്ലേ, അവർ വയസ്സാശ്രീയല്ല, അവർ പലതരം തന്നെ തെറി വിളിക്കുമായിരിക്കും, പലതും പറയുവാൻ. നീ സഹിക്കണം, നീ ക്ഷമിക്കണം. അല്ലാതെ സോഷ്യൽ മീഡിയ വന്നിരുന്നുണ്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ ഈ പറയുന്ന സൈബർ ബുള്ളിയിൽ ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യാനുള്ളത്. നാണമുണ്ടോ നിനക്കൊക്കെ? നോക്കി. ഇപ്പോൾ സിന്ധുമ്മയുടെ ഫാമിലിയിലും എൻ്റെ കസിൻസിനെ ഒന്നും അമ്മ അങ്ങനെ നോക്കിയിട്ടില്ല, എന്നെ നോക്കിയിട്ടുള്ളൂ. ബിക്കോസ് എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ അഹാന വ്ളോഗിൽ എൻ്റെ അമ്മേനെ കുറിച്ച് പൊക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാണ് പെരുമാറി. ബിക്കോസ് അവർ ഫേമസ് ആണ്, അതുകൊണ്ട് അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ എന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എൻ്റെ അമ്മ എന്നെയും കൊണ്ടുപോകാമോ എന്ന് പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കറിഞ്ഞൂടെ, എൻ്റെ കാര്യം പോലെ അല്ലല്ലോ അവർ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. കല്യാണം എത്രയോ പേര് ഞാൻ ക്യാൻറ്റീനിൽ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞവർ. ആ കല്യാണം കഴിഞ്ഞവർ എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ മൂന്നും, ഇപ്പം ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും അവരെൻ്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണെങ്കിലും ദേ ആർ സ്റ്റിൽ മൈ സിബ്ലിങ്സ്. അവരെ നോക്കണ പോലെയല്ലേ എന്നെ നോക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എൻ്റെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ പറയുന്നത് നീ എൻ്റെ ചേച്ചിയുടെ മോളാണെന്ന്, എൻ്റെ മോളാണെന്നൊന്നും പറയല്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ത്രീയാണ്. എന്തൊക്കെ കേൾക്കണം. അപ്പൊ ഇത്രയേ ഉള്ളടേ. നമ്മളൊക്കെ വരയ്ക്കും അവരൊക്കെ ഭയങ്കര ഡിസിപ്ലിനാണ്, ഇവരൊക്കെ സ്നേഹത്തിന്റെ നിറകുടങ്ങളാണ്, സ്വന്തം അച്ഛനെയും അമ്മയും. ആ മോളെ ചുമ്മാ അല്ല, നമ്മുടെ ഓസി ഇങ്ങനെ ആയിപ്പോയത്. തള്ളയെ കണ്ടല്ലേ മോള് പഠിക്കത്തുള്ളൂ. തള്ളക്ക് സ്വന്തം തള്ളയെ വരെ ഇഷ്ടമല്ല, പിന്നെ ഇങ്ങനെ ഈ പറയുന്ന ഓസിക്ക് സ്വന്തം അമ്മായിയമ്മ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇനി നാളെ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സിന്ധു അമ്മ എന്ന് പറയുന്നവരെടുത്തും ഈ പറയുന്ന ഈ 4 പെൺകുട്ടികളും ഇത് തന്നെ ചെയ്യും. കാരണം ജനുസാണ്, അവരുടെയൊക്കെ മൈൻഡിൽ, രക്തത്തിൽ ഓടുന്ന സാധനം ഇതാണ്, പണം. ഇവർക്ക് ഈ കുടുംബമേ മൊത്തം എന്ന് പറഞ്ഞാൽ പണം. ഏത് വിധേനയും ഇതിനെയും വിറ്റ് ഇതും ഈ പറഞ്ഞതുപോലെ യൂട്യൂബിലിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പണം താണ്, എല്ലാത്തിനും ഉത്തരം പണം. അതായത് തന്തിയാനല്ല, തള്ളയെന്നില്ല, അമ്മൂമ്മ എന്നില്ല, അപ്പൂപ്പൻ എന്നില്ല, മക്കളെന്നില്ല, ഭർത്താവെന്നില്ല, അമ്മായിയമ്മയെന്നില്ല, എനിക്ക് പണം വേണം. ഇത് നാളെ ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റേ കമന്റ് ചെയ്യുമ്പോൾ കാണാം. ജയ് ഹിന്ദ്.